വല്യമ്മയുടെ ഉത്തരവെല്ലാം കേട്ട് ആകെ സങ്കടമായി നന്ദ പുറത്തേക്ക് വരികയാണ്. നന്ദയുടെ സങ്കടം കണ്ട് സമാധാനിപ്പിക്കാൻ വേണ്ടി പിറകെ ഗൗതമ വരുന്നുണ്ട്. എന്നിട്ട് നന്ദ ചോദിക്കുകയാണ്, സാറിനിപ്പോൾ സമാധാനമായിട്ടുണ്ടാവുമല്ലോ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ. അന്നേരം ഗൗതം ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? നിന്റെ സങ്കടം കണ്ട് ഞാൻ സന്തോഷിക്കുമെന്നോ? അന്നേരം നന്ദ പറയുന്നുണ്ട്, എല്ലാവരും കുറ്റപ്പെടുത്തിയപ്പോഴും ഗൗതം സാറെങ്കിലും കൂടെ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത്. ഞാൻ പിങ്കിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ജ്യൂസ് കുടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ സാറെങ്കിലും എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് കരുതി. അന്നേരം ഗൗതം പറയുന്നുണ്ട്, താൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഒന്ന് നിർബന്ധിച്ച് കാണും. അന്നേരം നന്ദ പറയുന്നത്, ഞാൻ ജ്യൂസ് കുടിക്കാൻ വേണ്ടി അവളെ നിർബന്ധിച്ചു, ഇനിയും നിർബന്ധിക്കും. കാരണം എൻ്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിലുള്ളത്. ഇക്കാര്യങ്ങളെല്ലാം അവൾ തന്നെ ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് അവളെ നിർബന്ധിക്കേണ്ടതില്ലായിരുന്നു. അവളൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് നിർബന്ധിക്കേണ്ടി വന്നത് എന്നൊക്കെ പറയുകയാണ് നന്ദ. ഇപ്പോൾ കണ്ടില്ലേ, എനിക്ക് അവളുടെ അടുത്തേക്ക് പോലും പോകാൻ പറ്റില്ല. ഒരു കാര്യങ്ങളും ചെയ്യരുത് എന്നല്ലേ പറഞ്ഞത്? ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അന്നേരം ഗൗതം പറയുന്നുണ്ട്, വിഷമിക്കേണ്ട നന്ദേ, നമ്മുടെ കുഞ്ഞല്ലേ അവളുടെ വയറ്റിൽ വളരുന്നത്. അവൾ ദേഷ്യപ്പെടുകയും മറ്റും ചെയ്താൽ നമുക്കല്ലേ നഷ്ടം. 10 മാസം കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ നീയും ഞാനും നമ്മുടെ കുഞ്ഞ് മാത്രമുള്ള ലോകമാണ്. അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുകയാണ് ഗൗതം. അന്നേരം നന്ദയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വരികയാണ്. അന്നേരം നന്ദ പറയുകയാണ്, അവളുടെ ഉദ്ദേശം ഇതൊന്നുമല്ല. അവൾ നമ്മുടെ കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കാൻ തന്നെ സമ്മതിച്ചത് അവൾക്ക് വേറെ എന്തൊക്കെയോ ഉദ്ദേശമുള്ളത് കൊണ്ടാണ്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് നന്ദ എന്ന് ഗൗതം ചോദിക്കുമ്പോൾ അവളുടെ ഉദ്ദേശം ഗൗതം സാർ തന്നെയാണ്. ഗൗതം സാറിനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം, ചേർത്ത് നിർത്തണം എന്നായിരുന്നു അവൾക്ക് മുൻപും ഉണ്ടായിരുന്നത്. ആ അസുഖം വീണ്ടും തുടങ്ങി എന്നൊക്കെ പറയുകയാണ് നന്ദ. ആ സമയം ഗൗതം പറയും, നീ അങ്ങനെയൊന്നും ഉദ്ദേശിക്കേണ്ട എന്നൊക്കെ പറയും. ഇതൊന്നും നമ്മൾ വിചാരിച്ചതുപോലെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ നാശത്തിലേ അവസാനിക്കൂ എന്നൊക്കെ പറയുകയാണ് നന്ദ. എനിക്ക് ഉറപ്പാണ് എൻ്റെ ജീവിതം കൈവിട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദ കരയാനൊരുങ്ങുമ്പോൾ ഗൗതം പറയുകയാണ്. അന്നേരം ഗൗതം പറയുകയാണ്, എന്തൊക്കെയാണ് നന്ദ ഈ പറയുന്നത്? എനിക്ക് എന്തൊക്കെ തന്നെ കണക്ക് കൂട്ടിയാലും ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഞാനാണ്. ഒരിക്കലും എനിക്ക് അവളെ ആ സ്ഥാനത്ത് കാണാൻ കഴിയില്ല. നമ്മുടെ കുഞ്ഞിനെ കയ്യിൽ കിട്ടുന്നത് വരെ ഈ വേദനയെല്ലാം സഹിച്ചേ മതിയാവൂ. കുഞ്ഞിനെ കയ്യിൽ കിട്ടിയ എല്ലാ വിഷമവും മാറും എന്നൊക്കെ പറയുകയാണ് ഗൗതം. എന്നൊക്കെ പറഞ്ഞ് നന്ദയെ സമാധാനിപ്പിക്കുകയാണ്. പിന്നെ കാണിക്കുന്ന ചിറ്റയാണ്. ഇന്നത്തെ ഓപ്പറേഷൻ സക്സസ് ആയല്ലോ. എന്നാൽ ഇതെല്ലാം ലക്ഷ്മി കാണുന്നുണ്ട്. ഇന്നെന്താ ഒരു പ്രത്യേക സന്തോഷമുണ്ടല്ലോ. എന്ത് സന്തോഷം? എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം ഇങ്ങനെ തകർന്നു നിൽക്കുമ്പോൾ എങ്ങനെ സന്തോഷിക്കാനാ എന്നൊക്കെ പറയുകയാണ് ചിറ്റ. അന്നേരം ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, ഈ വീട്ടിൽ ആരുടെ ജീവിതമാണ് തകർന്നു പോയത്? ഈ വീട്ടിൽ എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത്. പിന്നെ പിങ്കിയുടെ കാര്യമാണോ ഉദ്ദേശിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ചിറ്റ പറയുന്നുണ്ട്, പിങ്കിയുടെ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. മറ്റുള്ളവരുടെ കുഞ്ഞിനെ ഇങ്ങനെ വയറ്റിൽ ചുമക്കുന്നത് അത്ര നല്ല കാര്യമാണോ? ആ ഗൗതമിൻ്റെ കൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ വളരെ നന്നായിരുന്നു. അതിന് സാധിച്ചില്ല. അതിന് പകരം അല്പായുസായ ചെക്കനെ പിടിച്ച് കെട്ടിച്ചു. അതങ്ങനെയും പോയി. ഇപ്പം നന്ദയ്ക്ക് ഗർഭം ധരിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടല്ലേ പിങ്കിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. 10 മാസം കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞൊരു വെറും കറുവേപ്പിലയാകുമെന്ന് എനിക്കറിയാം. ഈ ജീവിതമാണോ നീ നല്ല ജീവിതം എന്ന് പറയുന്നത്? ഒരിക്കലും അങ്ങനെയല്ല എന്നൊക്കെ പറയുകയാണ് ചിറ്റ. നന്ദയ്ക്ക് ഗർഭം ധരിക്കാനുള്ള കഴിവില്ല, പിന്നെ എന്തിനാണ് ഇവിടെ നിർത്തുന്നത്? അങ്ങ് പറഞ്ഞു വിടണം എന്നൊക്കെ പറയുകയാണ് ചിറ്റ. എന്നാൽ ഇതെല്ലാം കേൾക്കുമ്പോൾ ലക്ഷ്മിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. ഓ, അങ്ങനെ ഒരു ഉദ്ദേശം വെച്ചിട്ടാണോ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. എന്ത് ഉദ്ദേശമാണ് നീ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചിറ്റ പറയുമ്പോൾ നന്ദയ്ക്ക് ഗർഭം ധരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ട് പിങ്കിയെ പ്രതിഷ്ഠിക്കാനാണല്ലോ നിങ്ങളുടെ ഉദ്ദേശം എന്നൊക്കെ പറയുകയാണ് ലക്ഷ്മി. അങ്ങനെ ഒരു ഉദ്ദേശം നിങ്ങൾക്കുണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. ഇന്ന് ഞങ്ങളിവിടെ ഇല്ലാത്ത സമയത്ത് എന്തൊക്കെയോ നടന്നു എന്നും പിങ്കിയുടെ സംരക്ഷണ ചുമതല ഗൗതമിനെ ഏൽപ്പിച്ചു എന്നൊക്കെ കേട്ടു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഓരോ ഉദ്ദേശം വെച്ചിട്ട് കൊണ്ടായിരിക്കും ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറയുകയാണ് ലക്ഷ്മി. ആ സമയം ചിറ്റ പറയുന്നുണ്ട്, പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? പിങ്കി മോളുടെ കഴുത്തിന് പിടിച്ച് ജ്യൂസ് കൊടുക്കുമ്പോൾ അത് നോക്കി നിൽക്കണമായിരുന്നോ? പിന്നെ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെ ചിറ്റ പറയുമ്പോൾ അന്നേരം ലക്ഷ്മി പറയുന്നുണ്ട്, എൻ്റെ മരുമകളാണ് നന്ദ, അവൾ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അന്നേരം ലക്ഷ്മി പറയുന്നുണ്ട്, ഞങ്ങളുടെ മനസ്സിൽ പല ഉദ്ദേശവും കാണും, പക്ഷേ അതൊന്നും ഈ ലക്ഷ്മി ഉള്ളപ്പോൾ ഇവിടെ നടക്കില്ല. പിന്നെ പിങ്കിയെ നോക്കാൻ വന്നവർ ആ കാര്യം മാത്രം ചെയ്താൽ മതി, അല്ലാതെ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാനും ചരട് വലിക്കാനും ഒന്നും വരണ്ട എന്ന് ലക്ഷ്മി അങ്ങ് ഉറപ്പിച്ച് പറയുകയാണ്. എന്നാൽ ലക്ഷ്മി അങ്ങനെ പറയുന്നത് കേട്ട് ദേഷ്യപ്പെട്ട് ചിറ്റ പറയുകയാണ്, ഞാൻ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത് എൻ്റെ തല കൊണ്ടാണ്, അതുകൊണ്ട് ലക്ഷ്മി അതിൽ ഇടപെടേണ്ട എന്നൊക്കെ പറയുകയാണ് ചിറ്റ. അന്നേരം ലക്ഷ്മിയും വാശിയിലായി. ലക്ഷ്മി പറയുകയാണ്, ഞാനും കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ ഇക്കാര്യങ്ങളിൽ അറിയുമ്പോൾ പിങ്കി പറയുകയാണ്, ചെറിയമ്മായി എന്തിനാണ് വഴക്കിന് വന്നത്? ചെറിയമ്മായി എന്തൊക്കെയാണ് മനസ്സിൽ വിചാരിച്ചതെന്ന് അറിയത്തില്ലല്ലോ എന്നൊക്കെ പിങ്കി പറയുമ്പോൾ അന്നേരം ചിറ്റ പറയുന്നുണ്ട്, അവൾ എന്ത് തന്നെ വിചാരിച്ചാലും കൊടുക്കേണ്ട മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇന്നെന്തായാലും നമ്മുടെ സന്തോഷ ദിവസമാണ്. ഗൗതമിൻ്റെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തു. അതുകൊണ്ട് ഗൗതത്തിൻ്റെ സ്നേഹം പിടിച്ചു പറ്റാനുള്ള വഴികൾ ഇനി നീ നോക്കണം, നന്ദയെ അകറ്റണം എന്നൊക്കെ പറയുകയാണ് ചിറ്റ.
അന്നേരം പിങ്കി പറയുന്നുണ്ട്, എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും ഗൗതമിൻ്റെ മനസ്സിലേക്ക് എത്തിപ്പിടിക്കാൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. ആ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് പിങ്കി. അന്നേരം ചിറ്റ പറയുന്നുണ്ട്, നീ എന്തുകൊണ്ട് വിഷമിക്കേണ്ട, നിന്നെയും ഗൗതമിനെ ഒന്നിപ്പിച്ചിട്ട് ഈ ചിറ്റ ഇവിടുന്ന് പോകൂ. ചിറ്റയുടെ വാക്കുകൾ കേട്ട് ആകെ സന്തോഷത്തോടെ ചിറ്റയുടെ നന്ദി പറയുകയാണ് പിങ്കി. അങ്ങനെ എല്ലാവരും പിന്നീട് ചായ കുടിച്ച് നിൽക്കുകയാണ്. അന്നേരം മഹേശ്വരൻ പറയുകയാണ്, ലക്ഷ്മി നീ സൂക്ഷിക്കണം കേട്ടോ, നിന്റെ മരുമകളാണ് നന്ദ, അതുപോലെ തന്നെ ഈ വീട്ടിലേക്ക് കയറി വന്ന മരുമകളാണ് പിങ്കി. അവൾക്ക് ആരുമില്ല എന്നൊരു തോന്നൽ അവൾക്ക് ഉണ്ടാകരുത് എന്നൊക്കെ മഹേശ്വരൻ പറയുമ്പോൾ ലക്ഷ്മി പറയുകയാണ്, ഞാൻ ആരുടെ സൈഡ് പിടിച്ച് ഒന്നും ചെയ്യാറില്ല, തെറ്റ് ആരുടെ ഭാഗത്തായാലും ഞാൻ വിളിച്ചു പറയും എന്നൊക്കെ പറയുമ്പോൾ അന്നേരം മഹേശ്വരൻ ചോദിക്കുകയാണ്, ഇന്ന് ലക്ഷ്മി ചെയ്തത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അന്നേരം ലക്ഷ്മി പറയുകയാണ്, ഞാൻ ആരുടെ സൈഡ് പിടിച്ച് ഒന്നും ചെയ്യാറില്ല, മാത്രമല്ല നന്ദമോൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ പറയുമ്പോൾ മഹേശ്വരൻ പറയുകയാണ്, ഇവിടെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ബഹളം ഉണ്ടായത്, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഇത്രയൊന്നും പ്രശ്നം ഇവിടെ ഉണ്ടാവില്ല എന്നിട്ട് ചോദിക്കുകയാണ്, നീ കണ്ട മോഹിനി എന്നൊക്കെ മഹേശ്വർ ചോദിക്കുമ്പോൾ അന്നേരം ലക്ഷ്മി ഉറച്ച സ്വരത്തിൽ ചോദിക്കുകയാണ്, നീ കണ്ടോ മോഹിനി? അന്നേരം മോഹിനി ഞാനൊന്നും കണ്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ലക്ഷ്മി പറയുകയാണ്, ആരും കണ്ടിട്ടില്ല, പിന്നെ അവരോരോരോ കഥകൾ ഉണ്ടാക്കി ഇങ്ങനെ പറയുകയാണ്, എൻ്റെ നന്ദമ്മൾ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കോണിമ്പെല്ലടിക്കുകയാണ്. അങ്ങനെ ലക്ഷ്മിയും മോഹിനിയും പുറത്തേക്ക് വരുമ്പോൾ കൈനോട്ടക്കാരനെയാണ് കാണുന്നത്. അയാൾ ജ്യോത്സ്യത്തിൻ്റെ ഭാഷയിൽ ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെ പറയും. അന്നേരം ഞങ്ങൾക്കൊന്നും കേൾക്കാൻ താല്പര്യമില്ല, നിങ്ങളൊന്നും ഒന്ന് പോയി തന്നാൽ മതി എന്നൊക്കെ ലക്ഷ്മിയും മോഹിനിയും പറയും. എന്നാൽ ആ ജ്യോത്സ്യൻ പിന്നെയും ഓരോ കാര്യങ്ങൾ പറയും. എന്നിട്ട് ജ്യോത്സ്യൻ പറയും, ഈ വീട്ടിലൊരു പെൺകുട്ടിയുണ്ട്, ആ പെൺകുട്ടിക്ക് ഇരട്ട ദാമ്പത്യമുണ്ട്. അന്നേരം ലക്ഷ്മിക്കാണെങ്കിൽ ആകെ ടെൻഷനോടെ പറയും, നിങ്ങൾ ആരുടെ കാര്യമാണ് ഉദ്ദേശിച്ചത്? ഭർത്താവ് മരിച്ചൊരു പെൺകുട്ടി ഇവിടെയുണ്ട്, അവളുടെ കാര്യമാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയുമ്പോൾ പിങ്കിയെക്കുറിച്ചൊന്നുമല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ഉദ്ദേശിച്ചത് വേറെ ഒരു പെൺകുട്ടിയാണ്. അന്നേരം ജ്യോത്സ്യൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വർണ്ണിക്കുകയാണ്. അന്നേരമാണ് പവിത്ര അങ്ങോട്ട് വരുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് ഈ പെൺകുട്ടിയാണ് എന്നൊക്കെ പറയുമ്പോൾ പവിത്രയാണെങ്കിൽ ഒന്ന് പരിങ്ങുന്നുണ്ട്. ഈ പെൺകുട്ടിയെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഈ പെൺകുട്ടിക്കാണ് ഇരട്ട ദാമ്പത്യത്തിനുള്ള യോഗം, അതും ഭർത്താവ് ജീവിച്ചിരിക്കെ എന്നൊക്കെ പറയുകയാണ് ജ്യോത്സ്യൻ. അന്നേരം പവിത്രയാണെങ്കിൽ ആകെ ദേഷ്യത്തോടെ അനാവശ്യം പറയരുത് എന്ന് പറഞ്ഞ് ഇറങ്ങി വരും. അന്നേരം മോഹിനി പവിത്രയെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. അന്നേരം ലക്ഷ്മി ജ്യോത്സ്യനോട് പറയുന്നുണ്ട്, ഇനി നിങ്ങൾ ഇവിടെ നിന്നാൽ ശരിയാവില്ല, അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം. അന്നേരം ജ്യോത്സ്യൻ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ദക്ഷിണ കിട്ടണം, അത് ഇരട്ട ദാമ്പത്യമുള്ള കുട്ടി തന്നാലും മതി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു ദക്ഷിണയും തരുന്നില്ല, ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം എന്നൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട്. ജ്യോത്സ്യൻ പറഞ്ഞിട്ട് പോകാത്തത് കൊണ്ട് എല്ലാവരും മഹേശ്വരനെ വിളിക്കുന്നുണ്ട്. അന്നേരം മഹേശ്വരൻ താനിങ്ങ് വന്നേ ഒക്കെ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ജ്യോത്സ്യനെ പുറത്തേക്ക് ആക്കുന്നുണ്ട്. അന്നേരം മോഹിനിയാണെങ്കിൽ സൂക്ഷിച്ചു നോക്കുകയാണ് പവിത്രയെ. പവിത്രയാണെങ്കിൽ ജ്യോത്സ്യൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ വല്ലാത്തൊരു ടെൻഷനിൽ ആലോചിച്ച് നിൽക്കുകയാണ്. ലക്ഷ്മിയാണെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നീ വെറുതെ ടെൻഷൻ അടിക്കേണ്ട പവിത്ര എന്ന് പറഞ്ഞുകൊണ്ട് പവിത്രയെ കൊണ്ട് അകത്തേക്ക് പോവുകയാണ്. ജ്യോത്സ്യ എന്ന കഥാപാത്രത്തിലെ എൻട്രി കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് വരും എപ്പിസോഡുകളിൽ കാണാം.